ആരാണ്ടാ പോണത്? സുകുമാരനാണാ? ആ അതെ. നിന്റെ കയ്യിൽ എന്നതാണ്? ഇങ്ങാട്ട് വന്ന്. എന്നതാണ്ടാ? മീൻ. ഇതെവിടെ കൊണ്ടുപോവുകയാണ്? ഇവിടെ കൊണ്ടുവന്നതാ. ഇവിടെ എന്നാത്തിന്? കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല. മീൻ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാൻ മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ട് മുതലാളിയുടെ ഷാപ്പിൽ നിന്ന് തന്നയച്ചതാ. ഇത്രയും വലിയ മീനാ? മങ്കേ, ഞാൻ പൊക്കോട്ടെ? ഇല്ലടാ, ചോദിക്കട്ടെ. ഈ മീനിന് എന്നാ വില വരും? ആ, എനിക്കറിയാൻ മേല. എന്നാലും ഒരു ഉദ്ദേശം. ഒരു 45 രൂപയെങ്കിലും വരും. 45 തന്നെ കൂട്ട്. നമ്മക്കിത് എത്ര കഷ്ണായിട്ട് മുറിക്കാം? ഷാപ്പില് മുറിക്കണ കണക്കാണ് ചോദിക്കണത്. ഷാപ്പിലെ കണക്കനുസരിച്ച് ഒരു 16 കഷ്ണമെങ്കിലും കിട്ടും. 16. ഒരു കഷ്ണത്തിന് എന്നാ വില വരും? ഉദ്ദേശം മതി. കാണുമ്പല്ലേ 7 രൂപ കുറഞ്ഞത്. അപ്പ 16 മുതലാളിയെ കൂട്ട്. കണക്ക് പിടിയില്ലല്ലേ? 16 112 രൂപ വരും. ഇനി ഇത് കറിയാക്കണേന് എന്നാ ചെലവ് വരും? ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. ഓവേ. ഇനിയും പറയണ? ഒരു കാര്യവും ഇല്ലേ? നിന്റെ വായിന്ന് ചാണപ്പുളി വീഴുവാന്നറിയാനാണ് ഞാൻ ഈ പറച്ചിലൊക്കെ പറയിപ്പിച്ചത്. എന്റെ വായിലെവിടെയാണ് ചാണപ്പുളി? എടാ, നീ 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യവും കൊടംപുളിയാണ് പറഞ്ഞത്, ചാണപ്പുളി പറഞ്ഞില്ല. അപ്പൊ നീ ഷാപ്പിൽ ദിവസവും കൊടംപുളി ഇട്ടാണ് പെരുമാറണതെന്ന് തെളിഞ്ഞാ കൊടംപുളിക്ക് ഇപ്പൊ എന്നാ വിലയാണെന്നാണ് നീ കരുതിയിരിക്കണത്? മീൻകറിയുടെ അകത്ത് ചാണപ്പുളി ഇട്ടാ പോരേടാ സൂക്കും മാരാ. കുടികാർ സമ്മതിക്കില്ല മുതലാളി. ഇപ്പോഴത്തെ കുടികാർക്ക് ഭയങ്കര വിപ്ലവം പോതാ. അവര് വഴക്കുണ്ടാക്കും. എടാ മണ്ട, വഴക്കുണ്ടാക്കണവരെ കാണിക്കാൻ വേണ്ടി 2 കഷ്ണം കൊടംപുളി എടുത്ത് കീറി കറിയുടെ അകത്ത് മുക്കി മാച്ചട്ടിയുടെ കരയെ കയറ്റി വെച്ചേക്കണം. കറിയുടെ അകത്ത് ചാണപ്പുളിയാണെന്ന് പറയണവനെ അതെടുത്ത് കാണിച്ചേച്ച് തിരിച്ച് അവിടെ തന്നെ വെച്ചാ പോരെ. അങ്ങനെ തൂട്ടിച്ച് വെച്ചേക്കുകയാണെങ്കിൽ 2 ആഴ്ച അതിരിക്കും. അറിയായ? അതൊക്കെ മുതലാളി ചെയ്താൽ മതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെ എന്നടാ പറയണത്. അതൊക്കെ പോട്ടെ, ഇതിന് കറിച്ചെലവെന്നാ വരും? അനുസാരിക്ക്. ഒരു 11, 11.5, 11.75. വേണ്ട, 12 പിടി. 45 രൂപ മീൻ, 12 രൂപ അനുസാരി. 45ഉം 12ഉം ആ കൂട്ടിക്കോ. ആ കാര്യം വിട്ടുപോയി. 45ഉം 12ഉം 57. 16 കഷ്ണത്തിന് 112 രൂപ. 112ന് 57ഉം പോഹ. എന്നെ മുതലാളി, ഞാൻ പോക്കോട്ടെ? നീ വിഷമിക്കണ്ടാടാ, ഞാൻ കുറച്ചു തരായേ. 57ഉം പോഹ 55 രൂപ. 55 രൂപ ലാഭം, 57 രൂപ ചെലവ്. മൊത്തം 112 രൂപ. ഒരു നേരത്തെ ഊണിന്റെ കറിക്ക് 112 രൂപയമ്മാങ്കേ. ഇതൊക്കെ നോക്കിയിരുന്നാലേ കണമ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റിയല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇതിവിടെ കൊടുക്കണ കൊണ്ടുപോണ? നീ കൊണ്ടുപോയി ഷാപ്പിലി കൊടു. മങ്കേ അങ്ങനെ മീന് കൂട്ടാണ്ട. കൊച്ചുവാവേ, കണമ്പ് കറി കൂട്ടിയിട്ടല്ല കാശുണ്ടാക്കിയത്, കണമ്പ് കറി വിറ്റിട്ടേണ്. ചെല്ല് കൊണ്ടക്കൊടു. ഉടനെ ഇവിടെ വെള്ളം പൊങ്ങിയാടാ. നീ കറി യൂണിയൻകാരനാണല്ല. ഒന്നുകൂടെ പൊക്കി കുത്തിക്കോ, അല്ലെങ്കിലേ സുകുമാരാ അത് ഉരിഞ്ഞ് തലയെ കെട്ടിക്കോ. തുടക്കടാ.